ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഈ നന്ദിനിക്ക് സൂര്യയോട് കടുത്ത പ്രണയം തോന്നി തുടങ്ങുകയാണ് കേട്ടോ. തനിക്ക് വിട്ടുപോകാൻ കഴിയാത്ത അത്രയും വലിയൊരു പ്രണയമാവുകയാണ്. അങ്ങനെ തൻ്റെ ഉള്ളിലുള്ളത് തനിക്ക് ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറയണം. അതിനുവേണ്ടി ആരതിക്ക് വിളിക്കണം കേട്ടോ. അപ്പോൾ ആരതിക്ക് വിളിക്കുമ്പോൾ ആരതിയോട് പറയുന്നുണ്ട്, ആരതി ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ പറയുന്ന കാര്യം കേട്ട് ഇനി എന്നെ ഒരിക്കലും കളിയാക്കുകയോ ചിരിക്കുകയൊന്നും ചെയ്യരുത്. ആഹാ ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞ് ആദ്യം തന്നെ ആരതി ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചിരി കേൾക്കുമ്പോൾ ഉടൻ തന്നെ പറയാണ്, ഞാൻ എന്നോട് പറഞ്ഞു എന്നെ കളിയാക്കുകയോ ചിരിക്കുകയോ ഒന്നും ചെയ്യരുത്. ഇപ്പോൾ നീ എന്താ ചെയ്യുന്നത്, എന്നെ കളിയാക്കല്ലേ ചെയ്തത്. അപ്പോൾ ആരതി പറയണേ, അയ്യോ നീ അങ്ങനെ പറഞ്ഞപ്പോൾ ആർക്കും വരുന്നൊരു ചിരി, അതാണ് എനിക്കും ഉണ്ടായത്, അത്രയേ ഉള്ളൂ. എന്താണെങ്കിലും നീ കാര്യം പറ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ സമയം നന്ദിനി പറയാണ്, എൻ്റെ ഉള്ളു തുറക്കുന്നത് നിന്നോടാണ്, എനിക്ക് ആരോടെങ്കിലും പറയണം, ആരും പറയാനില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോടോ, എത്ര നേരമായി നീ ഇങ്ങനെ മുഖവര കൊണ്ടുവരുന്നതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ പറഞ്ഞോ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ ഈ സമയം ഉടൻ തന്നെ നന്ദിനി പറയാണ്, അതില്ലേ എനിക്ക് എപ്പോഴും ഈ വീട്ടിൽ നിന്ന് പോണം എന്നുള്ള ആ ഒരു ചിന്തയാണല്ലോ. അത് കേൾക്കുന്ന ആരതി പറയാണ്, ഇതാണോ ചിരിക്കല്ലേ എന്ന് പറഞ്ഞത്, ഈ ചിന്ത നിനക്ക് എപ്പോഴും ഉണ്ടല്ലോ. നിൻ്റെ ആ ഒരു ദിവസം എത്തിയാൽ, അതായത് 6 മാസം എത്തിക്കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് പോണം വെള്ളമടി നിർത്തിക്കഴിഞ്ഞാൽ പോണം, ഇതൊക്കെയല്ലേ ഇപ്പം നീ പറയുന്ന കാര്യം. അത് കേൾക്കുന്നതിനോട് കൂടി അതെ അങ്ങനെ ഒരു ചിന്തയാണല്ലോ, പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ ഒരു ചിന്തയില്ല, ഈ വീട്ടിൽ തന്നെ നിൽക്കണമെന്നുള്ള ചിന്തയാണ്. അത് കേൾക്കുന്ന ആരതി, ആഹാ നീ കൊള്ളാലോ, ഇത് സൂപ്പറാണല്ലോ, ഇതിപ്പോൾ എന്താ ഇങ്ങനെ തോന്നാൻ എനിക്കറിയില്ല ആരതി. എനിക്കെന്തോ സൂര്യ സാർ വരുന്നതിന് മുന്നേ ഉറങ്ങാൻ കഴിയുന്നില്ല. മറ്റേത് സൂര്യ സാർ വരുന്നതിന് മുന്നേ ഞാൻ കിടന്നുറങ്ങിയിരുന്നു. സൂര്യ സാർ എത്ര നേരം വൈകി എത്തുന്നു അത്രയും വരെ സൂര്യ സാറിനെയും കാത്ത് റോട്ടിലോട്ട് നോക്കിയിരിക്കലാണ് എനിക്ക് പണി. ഗേറ്റിന് വെളിയിലോട്ട് സൂര്യ സാർ ഇപ്പോൾ വരും എന്ന പ്രതീക്ഷയോട് കൂടി നോക്കിയിരിക്കുന്നു. അതുമാത്രമല്ല, സൂര്യ സാറ് രാവിലെ പണിക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ജോലിക്ക് പോകുന്ന ആ സമയത്ത് സൂര്യ സാർ കാറിൽ കയറുമ്പോൾ എന്നെ തിരിഞ്ഞു നോക്കിയെങ്കിൽ, എൻ്റെ അടുത്തോട്ട് വന്നെങ്കിൽ എന്നൊരു തോന്നൽ എന്നിലുണ്ടാവുന്നു. അതൊക്കെ എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ വരുന്നത് എന്നിങ്ങനെ ആതിരയോട് നന്ദിനി ചോദിക്കുകയാണ് കേട്ടോ. ഇതിനൊരൊറ്റ വാക്കേ ഉള്ളൂ. എന്ത് വാക്ക് എന്ന് നന്ദിനി ഇങ്ങനെ ആരതിയോട് ചോദിക്കുക. അപ്പോൾ ആരതി പറയണം, ഇതിനൊരൊറ്റ വാക്കേ ഉള്ളൂ, ഇതിൻ്റെ പേരാണ് പ്രണയം എന്ന് പറയണം കേട്ടോ. എനിക്ക് പ്രണയമൊന്നുമില്ല. പ്രണയമുണ്ടോ? തൻ്റെ ഉള്ളിൽ നിന്നും ആരോ താൻ അറിയാതെ തന്നെ സൂര്യയെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. സൂര്യ അത്ര നല്ല മനുഷ്യനാണ്, അപ്പോൾ തനിക്ക് സൂര്യയെ പിരിയാനാവുന്നില്ല, അതുകൊണ്ടാണ് താൻ ഈ വീട്ടിൽ നിൽക്കുന്നത്. ആരതി, ഞാൻ എന്നോട് എൻ്റെ മനസ്സ് തുറന്നു എന്ന് കരുതിയിട്ട് സൂര്യ സാറിനോട് എനിക്ക് പ്രണയമാണെന്നൊന്നും പറഞ്ഞുണ്ടാക്കണ്ട, അതൊന്നും എനിക്കില്ല. താൻ മനസ്സിലാക്കിക്കോ, ഇനി ഇവിടുന്ന് അങ്ങ് നീ സൂര്യയെ പ്രണയിച്ച് കൊല്ലാൻ നീ നോക്കിക്കോ, നിനക്ക് അവനെ വിട്ടുപോകാൻ ഒരിക്കലും കഴിയില്ല. അതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ ഈ കണ്ടിരിക്കുന്നത്. എന്തായാലും നീ മാറുന്നു എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം നന്ദിനി ഫോൺ വെക്കുകയാണ്. പിന്നീട് നന്ദിനിയുടെ മനസ്സിൽ ഇത് തന്നെ ചിന്തിക്കാൻ കേട്ടോ, എനിക്ക് പ്രണയമാണോ, എനിക്ക് പ്രണയമുണ്ടോ സൂര്യയോട്, എനിക്ക് പ്രണയമാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ചേ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ തൻ്റെ മനസ്സാക്ഷിയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനസ്സാക്ഷി വന്നിട്ട് പറയാണ്, ആതിര പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല, ഈ പറയുന്നത് പോലെ തന്നെ നീ സൂര്യയെ പ്രണയിക്കുന്നു, നീ അറിയാതെ തന്നെ സൂര്യയെ പ്രണയിക്കൽ തുടങ്ങിയിരിക്കുന്നു എന്ന സത്യം വെളിപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ തനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല കേട്ടോ. തനിക്കത് അത് ആണ് എന്ന് തൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല കേട്ടോ. ഇതേ സമയം അങ്ങോട്ടേക്ക് ഇന്ദ്രജ വരികയാണ്. അപ്പോൾ ഇന്ദ്രജ വന്നിട്ട് ഇന്ദ്രജ പറയുന്നുണ്ട്, നീ ഇപ്പോൾ പഴയതിലും ഒരുപാട് അടുത്ത് എൻ്റെ സൂര്യയോട് പെരുമാറുന്നത്, മറ്റത് നിനക്ക് ഇവിടെ നിന്ന് പോകണം എന്നുള്ള മനോഭാവമായിരുന്നല്ലോ, നീ എന്തിനാ ഇങ്ങനെ സൂര്യയോട് അടുക്കുന്നത്. അത് കേൾക്കുന്ന നന്ദിനി പറയാണ്, പിന്നെ ഞാൻ ആരോടാ അടുക്കേണ്ടത്, ഇവിടെ സൂര്യ സാറല്ലേ എനിക്ക് എന്തിനും ഏതിനും നിൽക്കുന്നത്, അപ്പോൾ ഞാൻ ആരോടാ അടുക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം ഉടൻ തന്നെ പറയാണ്, അല്ല നീ എൻ്റെ സൂര്യയുടെ പെണ്ണായി ഇവിടെ ജീവിക്കാമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല, അത് നടക്കാത്ത കാര്യമാണ് എന്ന് പറയട്ടെ. അത് കേൾക്കുന്ന നന്ദിനിക്ക് എന്തോ എവിടെയോ തട്ടിയതുപോലെ തോന്നുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദിനിയോട് പറയാണ്, നീ ഇനിയിപ്പോൾ സൂര്യയുടെ പെണ്ണായി ഇവിടെ ജീവിച്ചോ, പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, സൂര്യ ഇനി കുടിക്കരുത്, കുടി നിർത്താൻ നിന്നെ കൊണ്ട് കഴിയോ, എന്നാൽ നിനക്ക് ഈ വീട്ടിൽ നിൽക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരാം, നിനക്ക് സൂര്യയുടെ കുടി നിർത്താൻ കഴിയുമോ
എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന നന്ദിനിയുടെ ഉള്ളിൽ എന്തോ ഒരു തീപ്പൊരി വീണതുപോലെ. അപ്പോൾ വേദ പറയാണ്, ഞങ്ങളുടെ ഏട്ടൻ നല്ലൊരു സ്നേഹമുള്ള ഏട്ടൻ തന്നെയായിരുന്നു. ഞങ്ങളുടെ ഏട്ടനെ പഴയ കാലത്ത് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നത് നിന്നെപ്പോലെ ഒരു ദരിദ്രവാസി കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. പക്ഷെ അവൾ ഇത്രയും വൃത്തികെട്ടവളാണെന്ന് അറിഞ്ഞപ്പോൾ ഏട്ടന് തകർന്നതാണ്. ആ ഏട്ടനെ നീ ഞങ്ങൾക്ക് തിരിച്ചു തരാമെങ്കിൽ തീർച്ചയായും നിൻ്റെ പ്രണയത്തിന് ഞങ്ങൾ ഒപ്പം നിൽക്കും. നീ ഈ വീട്ടിലെ മരുമകളായി ഞങ്ങളുടെ സൂര്യയുടെ ഏട്ടൻ്റെ ഭാര്യയായി ഇവിടെ നിൽക്കുന്നതിന് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൂ എന്ന് പറയാം കേട്ടോ. പക്ഷെ ഇതൊക്കെ ഇവർ വെറുതെ നന്ദിനിയെ അളക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്, നന്ദിനിയെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി. കാരണം ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് സൂര്യയുടെ കുടി നിർത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കുടി നിർത്താൻ തന്നെ കൊണ്ട് കഴിയൂല. അപ്പോൾ താൻ എന്തായാലും ഇവിടെ നിന്ന് പോവും എന്നുള്ള ആ ഒരു മനോഭാവമാണ് ഇവർക്കുള്ളിലുള്ളത് കേട്ടോ. ഇവർ പുറത്തു നിന്ന് ഇവളെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. അതായത് നന്ദിനി സൂര്യയെ ഇങ്ങനെ അടുത്ത് പെരുമാറുന്നതും പഴയ നന്ദിനിയല്ല. നന്ദിനിക്ക് എന്തോ സൂര്യയോട് എപ്പോഴും ഒപ്പം ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും നന്ദിനി സൂര്യ ഓഫീസിലോട്ട് പോകുമ്പോൾ അങ്ങോട്ട് പറഞ്ഞയക്കാനും അതിൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ പിന്നാലെ നടക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് മനസ്സിലായി നന്ദിനിക്ക് സൂര്യയോട് പ്രണയം തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നന്ദിനിയെ പൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കാര്യമായിരിക്കട്ടെ. അങ്ങനെ സൂര്യ ഓഫീസിലോട്ട് രാവിലെ പോകാൻ ഒരുങ്ങുക. അപ്പോൾ സൂര്യ എണീക്കുമ്പോൾ തന്നെ കുടിക്കാനാണല്ലോ ഒരുങ്ങുന്നത്. അപ്പോൾ തന്നെ നന്ദിനി പറയാണ്, സാറേ ഇത് കുടിക്കരുത് എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുന്നതോടുകൂടി എന്തുകൊണ്ട് ഞാൻ കുടിക്കരുത് എന്ന് നീ പറയുന്നത്? എൻ്റെ ജീവിതത്തിൽ നേരം വെളുത്താൽ കട്ടൻ ചായക്ക് പകരം കുടിക്കുന്ന സാധനമാണിത്. അത് കുടിക്കരുതെന്ന് നിനക്ക് പറയാൻ എന്ത് അവകാശമുള്ളത്? അത് കേൾക്കുന്ന നന്ദിനി പറയാണ്, സാറേ നിങ്ങളിത് കുടിക്കുന്നതിലൂടെ എനിക്ക് യോജിപ്പില്ല. ഞാൻ എന്തായാലും ഒരു കല്യാണം കഴിഞ്ഞു എന്ന് കരുതിയിട്ട് നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ഒരു പെണ്ണല്ലേ, ഒരു പെണ്ണ് കിടക്കുന്ന ഒരു റൂമിൽ നിങ്ങൾ ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പണ്ട് പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ എന്തെങ്കിലും ചെയ്യും. അയ്യേ ഇതെന്തോന്ന് സംസാരമാണ് നന്ദിനിക്ക് എന്താ ഇപ്പോൾ ഇങ്ങനൊരു മാറ്റം? അത് കേൾക്കുന്നതിനോടുകൂടി നന്ദിനി പറയാണ്, ഞാൻ കിടക്കുന്ന റൂമിൽ നിങ്ങളിങ്ങനെ മദ്യപിച്ച് വന്ന് കിടന്നു കഴിഞ്ഞാൽ അതിന് എനിക്ക് എൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാനിവിടെ പൂജാമുറിയൊക്കെ എനിക്ക് ഇവിടെയാണ്. എൻ്റെ ഈശ്വരങ്ങൾ ഇരിക്കുന്ന ഈ ഭാഗത്ത് നിങ്ങൾ വന്ന് മദ്യപിക്കാൻ പാടില്ല. ഇന്ന് രാത്രി നിങ്ങൾ മദ്യപിച്ചാലുണ്ടല്ലോ ഞാൻ എന്താ ചെയ്യാമെന്ന് നമുക്ക് കാണാമെന്ന് പറയുന്നത് കേട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടി സൂര്യ പറയുന്നത്, ആഹാ നീ ആൾ കൊള്ളാലോ, നീ എന്നെ വെല്ലുവിളിക്കുന്നോ? എന്നോട് നീ ഓർഡർ ഇടുന്നോ? എൻ്റെ അച്ഛൻ പോലും പറഞ്ഞിട്ട് കേൾക്കാത്ത ഇക്കാര്യം നീ പറഞ്ഞാൽ കേൾക്കേ? എന്തോന്നാണ്? അതൊരിക്കലും നടക്കില്ല എന്ന് പറയട്ടെ. അപ്പോൾ നന്ദിനി പറയാണ്, അത് നടക്കണം. അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രജയും വേദയൊക്കെ ഇത് പുറത്തു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദിനി ഇത് കാണണം. അപ്പോൾ നന്ദിനിക്ക് ഇവരെ കാണുമ്പോൾ നന്ദിനിക്ക് ആകെ വാശിയാവണം. അപ്പോൾ ഉടൻ തന്നെ സൂര്യയോട് വീണ്ടും പറയാണ്, നിങ്ങൾ മദ്യപിച്ച് ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നന്ദിനി ആരാണെന്ന് നിങ്ങൾ ശരിക്കും അറിയും. ഇതുവരെ കണ്ട ഒരു നന്ദിനിയല്ല ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് സൂര്യ പറയുന്നത്, എന്നോടാണോ നീ വാദിക്കുന്നത്? എന്നാൽ നീ ഇന്ന് വരുന്നത് കണ്ടോ, ഞാൻ പതിവിലും കുടിച്ചിട്ടായിരിക്കും ഞാൻ ഇന്ന് വരുന്നതെന്ന് പറഞ്ഞിട്ട് സൂര്യ ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അങ്ങനെ സൂര്യ വരുന്നത് കാണുമ്പോൾ ഇവർ മാറി നിൽക്കണം. പിന്നീട് നന്ദിനിയുടെ റൂമിലോട്ട് ഇന്ദ്രജയും വേദയും വന്നിട്ട് പറയണേ, നിന്നെക്കൊണ്ട് ഒരിക്കലും കഴിയില്ല. നീ അവനെ എത്ര പ്രണയിക്കാൻ നോക്കിയാലും അവൻ നിന്നെ സ്നേഹിക്കില്ല. അതാണ് ഞങ്ങളുടെ സൂര്യ. അത് മനസ്സിലാക്കി തന്നെയാണ് നിന്നോട് കുടി നിർത്താൻ പറഞ്ഞത്. അവൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നില്ല. അവൻ്റെ ആവശ്യം, അതായത് അമ്മയോടും പെങ്ങന്മാരോടും പ്രതികാരം തീർക്കാൻ ഒരു ആയുധം, അതാണ് നീ എന്ന് പറയാനേട്ടാ. അപ്പോൾ ഇത് കേൾക്കുന്ന നന്ദിനിക്ക് ഭയങ്കര വിഷമാവുകയാണ്. അങ്ങനെ നന്ദിനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ വിഷമത്തോടു കൂടി ഇരിക്കുകയാണ്. പിന്നീട് തൻ്റെ ദൈവങ്ങളുടെ മുന്നിൽ ചെന്ന് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ നന്ദിനി. അങ്ങനെ രാത്രിയായി. രാത്രിയിലാണെങ്കിലും നന്ദിനി സൂര്യ വരുന്നതും നോക്കി നിൽക്കുകയാണ്. പക്ഷേ ഇന്ദ്രജയും വേദയും അവരൊക്കെ ഇതേ ഒരു ഇതോട് കൂടിയിട്ടാണ്. കാരണം വിജയ് പറയുന്നുണ്ട്, സൂര്യക്ക് നന്ദിനിയോട് സ്നേഹമുണ്ട്, അത് നീ വിചാരിക്കുന്നത് പോലെയൊന്നല്ല, അയാളെന്ന് കുടിക്കില്ല എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന ഇന്ദ്രജ പറയാണ്, ഞാൻ അറിയുന്ന സൂര്യ, ഞങ്ങളെ കുഞ്ഞിലെ കാണുന്ന സൂര്യ ഒരിക്കലും പറഞ്ഞ വാക്ക് തെറ്റിക്കില്ല. അവന് കുടിക്കും, അവന് കുടിയില്ലാതെ ജീവിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് കുടിച്ച ഒരാൾക്ക് കുടി നിർത്താനും കഴിയില്ല എന്ന് ഇങ്ങനെ ഇന്ദ്രജ പറയുമ്പോൾ ഉടൻ തന്നെ പറയാണ്, അത് നിൻ്റെ തോന്നൽ മാത്രമാണ് ഇന്ദ്രജെ. നീ എൻ്റെ കുടി നിർത്തിയില്ലേ? അതിലും വലുതുണ്ടോ? നീ എൻ്റെ കുടി നിർത്തിയല്ലോ എന്ന് പറയണം കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഉടൻ തന്നെ ഈ ഒരു കുടി നിർത്തിയെന്ന് പറയുമ്പോൾ അതിനൊരു മറുപടി പറയാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ഇന്ദ്രജ നിൽക്കുകയാണ്. അപ്പോൾ വേദ പറയണം, അത് ശരിയാണല്ലോ പറഞ്ഞത്, കുടി നിർത്തിയില്ലേ? ഏട്ടൻ്റെ കുടി ഈ കാര്യം എന്ത് പറഞ്ഞാലും ചേച്ചി നിർത്തിയില്ല. അതുപോലെ ഒരു പെണ്ണ് വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിർത്താനൊക്കെ കഴിയുമെന്ന് പറയണേട്ടാ. അപ്പോഴാണ് സൂര്യയുടെ വണ്ടി വന്ന് നിൽക്കുന്ന ആ ശബ്ദം കേൾക്കുന്നത് കേട്ടോ. അതോടുകൂടി സൂര്യയുടെ വണ്ടി വന്ന് നിൽക്കുമ്പോൾ എല്ലാവരും ഓടിച്ചെല്ലുകയാണ്. അപ്പോൾ നന്ദിനിയും ഈ വണ്ടിയുടെ
കുപ്പിയുടെ സൗണ്ട് കേൾക്കാനായിട്ട്. അപ്പോൾ നന്ദിനിക്കും ഉണ്ടല്ലോ, കാരണം മറ്റുള്ളവരുടെ മുന്നിൽ താൻ നാണം കെടാൻ പോവുകയാണല്ലോ. അതുകൊണ്ട് തന്നെ നന്ദിനിയും ജനലിനുള്ളിലൂടെ നോക്കുമ്പോൾ സൂര്യ ഇറങ്ങുന്നത് 4 കാലിൽ തന്നെയാണ് കേട്ടോ. ഒരു അടി നിൽക്കാൻ പോലും സൂര്യക്ക് പറ്റുന്നില്ല, ആകെ ഇങ്ങനെ വീഴാൻ പോകുന്നത് പോലെ. അത് കാണുന്നതിനോട് കൂടി നന്ദിനിക്ക് സങ്കടമാവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രജ പറയണം, ഇപ്പം എങ്ങനെയുണ്ട്, അവളെ വെല്ലുവിളിച്ചത് ശരിയായില്ലേ? ഇപ്പോൾ അവളെ നമുക്ക് മുന്നിൽ തോൽക്കല്ലേ ചെയ്തത്. സൂര്യ എന്താണ് കുടിച്ചും കൊണ്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ വേദ പറയണം, അതെന്തായാലും നന്നായി, ഇനി ഇതിൻ്റെ മുകളിലിട്ട് അവളെ നമുക്ക് പൊരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അങ്ങനെ സൂര്യ കുടിച്ച് വരുമ്പോൾ ഇവിടെ പത്മ ഇങ്ങനെ ഹോളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പത്മയാണെങ്കിലോ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ്, പത്മയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞിട്ടാണ് സൂര്യ പോകുന്നത്. അപ്പോൾ പത്മയാണെങ്കിലോ ഇവനൊരിക്കലും ശരിയാവില്ല എന്നുള്ള ആ ഭാവത്തിൽ പത്മ മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ നന്ദിനി റൂമിൽ തൻ്റെ ദൈവത്തിൻ്റെ അടുത്തോട്ട് ചെല്ലാണ്. ഈശ്വരന്മാരുടെ അടുത്ത് ചെന്ന് കൈകൂപ്പിയിട്ട് പറയാണ്, ഈശ്വര ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇതിനൊരു തിരിച്ചടി എനിക്ക് കൊടുക്കണമല്ലോ, സുരേഷ് സാറിൻ്റെ ഈ കുടി ഞാൻ നിർത്തണമല്ലോ, ഇത് നിർത്തിയില്ലെങ്കിൽ തീർച്ചയായും തനിക്ക് അത് പണി കിട്ടും, അത് പാടില്ല. അതുകൊണ്ട് തന്നെ എന്താ എൻ്റെ മുന്നിലൊരു വഴി എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ നന്ദിനിയുടെ മുന്നിൽ അവിടെ സൂര്യ വെച്ചിരിക്കുന്ന കുപ്പി ഉണ്ടല്ലോ, ആ മദ്യക്കുപ്പികൾ, അതിങ്ങനെ കണ്ണിൽ കാണാനായിട്ട്. അപ്പോൾ തനിക്ക് തോന്നുകയാണ്, ഈ മദ്യക്കുപ്പി എന്തായാലും എടുത്ത് കുടിക്കാം എന്നുള്ള ആ ഒരു തോന്നൽ വരികയാണ് കേട്ടോ. എന്തായാലും അത് കുടിക്കണോ, അയ്യോ വേണ്ട, ഇത്രയും നാളും എൻ്റെ അച്ഛനമ്മമാർ, എൻ്റെ അച്ഛനും എൻ്റെ മുത്തശ്ശിയൊക്കെ എന്നെ വളർത്തിയത് അത് ഇല്ലാതാവും, ഈ ഒരു പേര് പോവും, അത് വേണ്ട, എന്തായാലും ദൈവത്തിനോട് തന്നെ ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഒരു കുങ്കുമം എടുത്തിട്ട്, ഒരു കടലാസിൻ്റെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ തൊടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുങ്കുമം ആ പേപ്പറിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ദൈവമേ ഞാൻ ഈ മദ്യം കുടിക്കണോ വേണ്ടേ എന്നുള്ളത് ദൈവം തന്നെ തീരുമാനിക്കും. ഈ കുങ്കുമത്തിൻ്റെ ഈ ഭാഗം വരികയാണെങ്കിൽ എനിക്ക് കുടിക്കേണ്ട, മറ്റ് ഭാഗമാണെങ്കിൽ ഞാൻ കുടിക്കണം. സൂര്യ സാറിനെ തോൽപ്പിക്കാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് തൻ്റെ ദൈവത്തിനോട് തന്നെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ താൻ അത് ചോദിക്കുമ്പോൾ അതിന് ഉത്തരമായി മദ്യം കുടിക്കണം എന്നുള്ള ആ ഒരു മറുപടിയാണ് കിട്ടുന്നത്. അത് കിട്ടുന്നതിനോടുകൂടി നന്ദിനി എന്ത് ചെയ്യാണ്, സൂര്യ കുടിക്കാൻ വെച്ചിരുന്ന മദ്യക്കുപ്പി ഉണ്ടല്ലോ, അത് കണ്ണും ചെമ്പി ആ ഒരു ബോട്ടിൽ മൊത്തത്തിൽ അങ്ങ് കുടിക്കുകയാണ് കേട്ടോ. അതോടുകൂടി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്ദിനിയുടെ ലെവലൊക്കെ വിട്ടു തുടങ്ങി കേട്ടോ. അങ്ങനെ സൂര്യ അകത്തോട്ട് കയറി വരികയാണ്. സൂര്യനെ വരുന്നത് ഒരു ലെവലില്ലാതെയാണ്. ആ സമയമാണ് സൂര്യ റൂമിലോട്ട് നന്ദിനി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഉടൻ തന്നെ നന്ദിനി പുറത്തോട്ട് വരികയാണ് കേട്ടോ. ഞാനല്ലേ നിങ്ങളോട് മദ്യം കഴിക്കരുതെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് നിങ്ങൾ എന്തിനാ മദ്യം കഴിച്ചത്? അത് കേൾക്കുന്ന പത്മ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇന്നേ വരെ ഇല്ലാത്ത നന്ദിനിയുടെ ഒച്ച ഉയർന്നിരിക്കുന്നു. ഇത് അംഗീകരിക്കാൻ പത്മക്ക് കഴിയുന്നില്ല കേട്ടോ. പത്മ ഇങ്ങനെ തൻ്റെ ലാപ്പിൽ വർക്ക് ചെയ്യായിരുന്നു. ആ ലാപ്ടോപ്പ് അവിടെ വെച്ചിട്ട് പെട്ടെന്ന് പത്മ ഞെട്ടി ഉണരുകയാണ്. അപ്പോൾ ഉറക്കെയാണ് നന്ദിനി ചോദിക്കുന്നത്. അപ്പോഴേക്കും ഇന്ദ്രജയും വേദയും വിജയൊക്കെ ഓടി വരികയാണ് കേട്ടോ. എന്നിട്ട് നന്ദിനി ഒച്ച ഉയർത്തിയിട്ട് സൂര്യയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇവിടെ നിങ്ങൾ മദ്യം കുടിച്ചത്? നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, ഭാര്യയുടെ വാക്കിന് യാതൊരു വിലയില്ലേ, നിങ്ങൾ ആരോട് ചോദിച്ചാണ് മദ്യം കഴിച്ചത്? നിങ്ങൾ മദ്യം കഴിക്കുന്നുണ്ടെങ്കിൽ ഭാര്യയായ ഞാനും മദ്യം കുടിക്കും എന്നും പറഞ്ഞിട്ട് നന്ദിനി ഇങ്ങനെ ഒച്ചയെടുക്കാൻ കേട്ടോ. അപ്പോഴേക്കും ഇന്ദ്രജ, എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവൾ മദ്യം കഴിക്കുന്നു, ഒരു വേലക്കാരി ഇവിടെ മദ്യം കഴിക്കുന്നു. അത് കേൾക്കുന്ന സൂര്യ, ആരടി വേലക്കാരി? എൻ്റെ ഭാര്യയാണ് ഇവൾ വേലക്കാരിയാണോ എന്ന് നീയാണോ തീരുമാനിക്കുന്നത്? അത് കേൾക്കുന്ന നന്ദിനി പറഞ്ഞു കൊടുക്ക് സൂര്യ സാർ, പറഞ്ഞു കൊടുക്ക്, ഞാൻ സാറിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു കൊടുക്ക്. അപ്പോഴേക്കും പത്മ, ഇവിടുത്തെ വേലക്കാരി ശബ്ദം ഉയർത്തുന്നു. അപ്പോൾ യതീന്ദ്രനാണെങ്കിലോ, എന്താ ഇവിടെ, എന്താ ആകെ ഒരു ബഹളം എന്ന് പറഞ്ഞ് യതീന്ദ്രൻ പതിയെ കോണി കയറി വരുമ്പോൾ നന്ദിനി ഒച്ച ഉയർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, നന്ദിനി നീ എന്താ ചെയ്തത്? അതെ, സാറല്ലേ പറഞ്ഞത് ഞാൻ സാറിൻ്റെ ഭാര്യയാണെന്ന്. അപ്പോൾ ഭാര്യ എന്ത് വേണം, ഭർത്താവ് ചെയ്യുന്നതൊക്കെ ഭാര്യയും ചെയ്യണ്ടേ? അപ്പോൾ എൻ്റെ ഭർത്താവ് മദ്യം കഴിക്കുന്നെങ്കിൽ ഞാനും മദ്യം കുടിക്കും. ഇന്ന് മുതൽ ഇനി ഞാനും സാറിനെ പോലെ മദ്യം കുടിച്ചാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. നന്ദിനി നീ എന്ത് വിഡിത്തമാണ് ഈ കാണിച്ചിരിക്കുന്നത്? എന്താണ്, നിനക്ക് ഇത്ര ബുദ്ധിയില്ല നന്ദിനി, ഇത് ചെയ്യാൻ പാടില്ലെന്ന് പറയുമ്പോൾ അതെന്താ ചെയ്തുകൂടാത്ത? സാറ് ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് ചെയ്താലെന്താ? എനിക്ക് ചെയ്തിച്ചിട്ട് കുഴപ്പമുണ്ടോ? ഇവിടെ വേറൊരാൾ ഇരിക്കുന്നില്ല. ആര്? പത്മ മേഡം. പത്മ മേഡത്തിന് സാറ് പേടിക്കുന്നുണ്ടാ? അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? നന്ദിനി നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പോഴേക്കും നന്ദിനി, അച്ഛൻ വരുന്നുണ്ട്, ഒന്ന് നിർത്ത്. അപ്പോൾ യതീന്ദ്രനെ കാണുന്ന നന്ദിനി യതീന്ദ്രൻ്റെ അടുത്തോട്ട് ചെന്നിട്ട്, അതെ വലിയ സാറേ, ഞാനിപ്പോൾ ഇത് ചെയ്തതിൽ വല്ല തെറ്റുമുണ്ടാ? എൻ്റെ ഭർത്താവ് സൂര്യ സൂര്യ സാറ് മദ്യപിക്കുമ്പോൾ ഞാനും മദ്യപിക്കാതിരിക്കുന്നത് അത് തെറ്റല്ലേ? അപ്പോൾ സൂര്യ സാറിന് ഒരു കൂട്ട് വേണ്ടേ? അപ്പോൾ ഞാനും മദ്യപിക്കണ്ടേ? അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടി സൂര്യ ആകെ പെട്ടുപോകണം കേട്ടോ. സൂര്യക്ക് കുടിച്ചതൊക്കെ പോകുന്ന ആ ഒരു അവസ്ഥയിലോട്ട് ചെല്ലാണ്. അങ്ങനെ സൂര്യ, നന്ദിനി നീ എന്തൊക്കെയാണ് പറയുന്നത്? നീ ആരോടാണ് പറയുന്നത്? അപ്പോൾ അത് കേൾക്കുന്ന
കേൾക്കുന്നതിനോട് കൂടി യതീന്ദ്രൻ പറയണ കേട്ടോടാ, നീ കാരണം ആ കുടിക്കാത്തൊരു പെൺകുട്ടി ഇന്ന് കുടിച്ചു, അതിന് കാരണക്കാരൻ ആരാണ്? നീയാണ്. നീ റൂമിൽ മദ്യങ്ങൾ കൊണ്ടുവച്ചിട്ടല്ലേ അവളത് കുടിച്ചത്? മദ്യക്കുപ്പികൾ നിന്നോട് ആരാ വെക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് ചൂടാകുമ്പോൾ അങ്ങനെ ചോദിക്ക് എൻ്റെ വലിയ സാറേ, അങ്ങനെ ചോദിക്ക്. എൻ്റെ ഭർത്താവ് അവിടെ മദ്യം റൂമിൽ വെച്ച് കുടിക്കാമെങ്കിൽ എനിക്കും കുടിച്ചാൽ എന്താ? അപ്പോൾ എനിക്കും കുടിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേപോലെ റൂം ഷെയർ ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അതിലുള്ളതെല്ലാം എനിക്കും കൂടി അവകാശപ്പെട്ടതല്ലേ? അതുകൊണ്ട് എൻ്റെ ഭർത്താവ് കുടിച്ചപ്പോൾ ഞാനും കുടിച്ചു. നന്ദിനി നീ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് പറഞ്ഞ് സൂര്യ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് നന്ദിനിയെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ കേട്ടോ. അങ്ങനെ സൂര്യക്ക് ആകെ തലക്ക് ഭ്രാന്താവാണ്. അതോടുകൂടി സൂര്യ ഒരു പാഠം പഠിക്കുന്ന ആ ഒരു കിടുക്കൻ രംഗമാണ്. നന്ദിനിയുടെ ശബ്ദം ഉയരുകയാണ്. നന്ദിനി എന്തടാന്ന് ചോദിച്ച് നീ ആരടാ എന്ന് ചോദിക്കുന്ന ആ ഒരു സീനിലോട്ട് തന്നെയാണ് ഇനി കഥ പോകുന്നത്. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ചുണക്കുട്ടിയായ ഒരു നന്ദിനിയായി മാറുന്ന ആ ഒരു സീനാണ് കേട്ടോ നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്.